ഒരു വാശി ഉണ്ടായിരുന്നു. എന്താന്ന് ഓപ്പൺ ആയിട്ട് പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. നമ്മളെല്ലാവരും ഈ ഒരു സെമിനാർ ഇവര് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നാളെ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരേണ്ടതല്ലേ. തലയുയർത്തി നിർത്തി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ആരുടെയും കുത്തകയൊന്നും അല്ല. ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ റൈറ്റ് ആണ് അല്ലെ. ക്ലാസ്സിൽ 25 വർഷം കഴിഞ്ഞു ജീവിതമായിട്ട് ഇങ്ങനെ ഇതിൽ ചേർന്ന് പോകാൻ തുടങ്ങിയിട്ട് മേക്കപ്പ്, സാരി, ഹെയർ, ഇങ്ങനെ ഫേഷ്യൽ, അങ്ങനെ ഈ ഒരു അപ്പൊ ഇതൊരു തുടക്കാവട്ടെ അല്ലേ. നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ് കേട്ടോ. എല്ലാരും കൂടി ചേർന്ന് രീതിയിൽ നമ്മൾ പണ്ട് കാലം മുതൽ ഒരുപാട് മേക്കപ്പുകൾ കണ്ടു തുടങ്ങി. ഒരുപാട് ക്ലാസ് നോർമൽ, കോമ്പിനേഷൻ, പിന്നെ ഏജ്ഡ് സ്കിൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. കൈ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കയ്യിലെ 3 വിരലുകൾ കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ സ്കിൻ വലിയുന്നുണ്ടോ. അപ്പൊ ഞാൻ ഇന്ന് വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് സാധാരണ മതിയോ കുട്ടിയുടെ. ഇപ്പൊ കൈ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ? ഞാൻ കുറച്ച് ജീവിതത്തിൽ കേൾക്കാത്ത പേര് ഞാൻ. ഇത് വളരെ വില കുറവാണ്. 1000 രൂപയ്ക്ക് അകത്ത് നമുക്ക് വേണ്ടി സാധാരണ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഏതൊക്കെ തരം പ്രൈമറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൈമറുകളുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പ്രൈമർ ചൂസ് ചെയ്യുന്നത്? ചെല്ലുക, ഒരു പ്രൈമർ മേടിക്കുക, വരിക, ചോദിക്കുക ഓൾറെഡി കൈ പണം, അല്ലെങ്കിൽ ചെല്ലുക എത്ര രൂപയാ? 4000 കുറഞ്ഞതുണ്ടോ? 550 രൂപ. എങ്ങനെയാണ് പ്രൈമർ? പ്രൈമർ എപ്പോഴും നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ബ്രാൻഡഡ് ആയിട്ടുള്ള ഒന്നും അതിലധികമോ സ്കിൻ ടൈപ്പുകൾ നമുക്ക് തോന്നും അല്ലെ. ഡ്രൈ ഓയിലും വന്ന എങ്ങനത്തെ പ്രൈമർ നിങ്ങൾ യൂസ് ചെയ്യും? കോമ്പിനേഷൻ എവിടേക്കാ വരുന്നതെന്ന് അറിയാം. എങ്ങനത്തെ കോമ്പിനേഷൻസാ ഉള്ളത് പറഞ്ഞേ. ിന്റെ ഈ ഏരിയയിൽ ഡ്രൈനസ് ഓർ ഓയിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ മങ്കി ചിക്ക് ഏരിയയിൽ മാത്രം ഉണ്ടാവും. ആ സ്കിന്നിന്റെ ഡ്രൈനസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഹൈഡ്രേഷൻ നിലനിർത്താൻ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? കറക്ഷൻസ് ആണ്. കളർ കറക്ഷൻ നിങ്ങൾക്ക് അറിയാമോ? അണ്ടർടോൺ നോക്കുന്നത് എങ്ങനെയാണ്? ഫെയർ ആവുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള കളർ കറക്ഷൻ യൂസ് ചെയ്യണം? അതിനെ ഹൈഡ് ചെയ്യാനാണ് ഗ്രീൻ ഉപയോഗിക്കുന്നത്. അത് ഗ്രീൻ മാത്രം ഉപയോഗിച്ചിട്ട് മേക്കപ്പ് ചെയ്യും. നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല ഡാർക്ക് സർക്കിൾ വന്നാൽ എന്ത് ചെയ്യും? നല്ലൊരു ഫൗണ്ടേഷൻ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. 250 ഏതാ? ബേസിക് ഫൗണ്ടേഷൻ ബേസ് ഇട്ടാലും നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇട്ടാലും എപ്പോൾ ഇട്ടാലും ഫൗണ്ടേഷൻ 2500 എബോ ആണ്. ഇതിനൊരു 1000 എബോയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? AHMAY എന്നാണ്. എന്ത് എഴുതി വെച്ചിരുന്നാലും ബ്ലെൻഡിങ് ഇങ്ങനെ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഏത് ടൈപ്പ് ഓഫ് കോണ്ടൂർ ചെയ്തു എന്ന് പറയൂ? ബേസിക് മേക്കപ്പ് HD ഫിനിഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ HD എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു കാരണവശാലും അവിടെ ചവിട്ടത്തില്ല. അത് നമുക്ക് ഉറപ്പുണ്ട്. അവർക്കും ആ ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നിട്ട് അടിഭാഗം അങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പം ഒരു താമര ചെയ്യണം എന്ന് വിചാരിച്ചായിരിക്കും ഹെയർ ഇട്ടില്ല.
അവരുടെ ഹെയർ കറക്റ്റ് അല്ലെങ്കിൽ താമരയ്ക്ക് വരെ എന്തോ കോളാമ്പ് പോയിരിക്കും അല്ലേ? ഓക്കെ ആണോ? ഇതിൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്തതാണ്. ക്ലെൻസിങ് ടോണിങ് ചെയ്തില്ലെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുമല്ലോ, ചെയ്യും. ക്ലെൻസിങ് എന്തിനാണ്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നാച്ചുറലി സ്കിൻ അത് അബ്സോർവേഷൻ മാത്രം മതി. ക്ലെൻസിങ് ടോണിങ് ചെയ്ത് സ്കിന്നിനെ ഓപ്പൺ ആക്കിയിട്ട് ഉള്ളിലോട്ട് കൊടുക്കൊണ്ടിരുന്നാല് ചിലപ്പോൾ എന്ത് ചെയ്യും, മേക്കപ്പ് കുറേ ഉള്ളിലോട്ട് എടുത്തിട്ട് റിജക്ട് ചെയ്യില്ല. അപ്പൊ ടൂ മച്ച് ഓയിലി ഉണ്ടെങ്കിൽ പിങ്കും അല്ല റെഡും അല്ലാത്തൊരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുഖം തന്നതിന് ഇവർക്കൊരു വലിയ കൈയ്യടി നമുക്ക്. താങ്ക് യു. Next, Andrew Matthew. സുമയ്യാന്നാണ്. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് വരുന്നത്. സൂര്യാമ്മനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ തൊട്ട് തുടങ്ങണം. ഞാൻ ഡോറ അക്കാദമി പഠിച്ച സ്റ്റുഡന്റ് ആണ്. സൂര്യാമ്മ അവിടെ ഉണ്ടെന്ന രീതിയിലാണ് ഞാൻ ആ ബാച്ചിൽ വരുന്നത്. പക്ഷേ ഞാൻ വന്ന ബാച്ചിൽ സൂര്യാമ്മ അവിടെ ഇല്ലായിരുന്നു. എനിക്ക് പഠിപ്പിക്കാൻ, അതായത് എനിക്ക് എന്താ പറയാ, സൂര്യാമ്മയുടെ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. രഞ്ജിമയുടെ ഗൈഡൻസ് ആണ് കിട്ടിയത്. അന്ന് തൊട്ട് എനിക്കൊരു മിസ്സിംഗ് ആയിരുന്നു. സൂര്യാമ്മയുടെ എങ്ങനെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്യണം. കിട്ടിയ അവസരത്തിൽ ഒരു ദിവസം കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നെ കിട്ടാൻ വലിയ പാടാണ്, തിരക്കാണ്. അപ്പൊ ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം കൊണ്ട് എല്ലാം തീർക്കണം എന്ന് വിചാരിച്ചു. പ്രോഡക്റ്റ് നോളജ് ആണെങ്കിൽ തന്നെയും അത് വലിയ അറിവാണ്. നമുക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും എനിക്ക് തോന്നുന്നില്ല ഒരു 100% പ്രോഡക്റ്റ് നമുക്ക് റിവീൽ ചെയ്ത് തരുമെന്ന്. പക്ഷെ നമുക്ക് എല്ലാവർക്കും മാം അപ്രീഷിയേറ്റബിൾ മൊമെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇനി നമുക്ക് കാണാം എന്ന് മാത്രം പറഞ്ഞിട്ട് ബൈ. ഇതായിരുന്നു കൊല്ലത്ത് നടന്ന 1 ഡേ പ്രീമിയം സെമിനാറിൻ്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും. എല്ലാവർക്കും ഈ ലുക്കുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സെമിനാർ ഏറ്റവും നല്ല സക്സസ് ആയിട്ടുള്ള സെമിനാറായിരുന്നു. ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടി. ക്രിസ്ത്യൻ ലുക്കും അതുപോലെ തന്നെ ഹിന്ദു ബ്രൈഡൽ ലുക്കും ഒക്കെ വളരെ നന്നായിരുന്നു. ഒരു 50-ന് മുകളിൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് അയക്കൂ. നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. നിങ്ങളുടെ ഓരോ വാക്കുകളാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഊർജം. ഏതായാലും തീയിൽ കുരുത്തതാണ്, വെയിലത്ത് വാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്.